എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡ്സ് ആയിരുന്നു. എങ്ങനെയാണ് കമാൻഡ്സ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ആരത് പോയി നേരത്ത് അവിടെക്കട്ടെ. സോറി, എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കമാൻഡ്സിനെ പറ്റിയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് കമാൻഡ്സ് റൺ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ കറക്റ്റായിട്ട് നോക്കി, അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് വാങ്ങുന്നതും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നോക്കി, അതിനെ കൺട്രോളിൽ നിന്ന് എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോൺ ജോബിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ലാറവലിൽ ഒരു ക്രോൺ ജോബ് സെറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്, അതിൻ്റെ കമാൻഡ്സുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇതിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളി, ജസ്റ്റ് ഇത് മാത്രമേ ഇട്ടുള്ളൂ. ഇതൊരു കമാൻഡാണ്, ഡിലീറ്റ് ഇനാക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്ന കമാൻഡിനെ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഡിലീറ്റ് ഇനാക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് ചെയ്തു. ഓക്കെ, സോ അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ചേരണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ലാറവലിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ചേരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇതൻ ക്രോൺ ജോബ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് എപ്പോഴും സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ക്രോൺ ജോബ് എന്ന് പറയുന്നത്. നോക്കുക, ടാസ്ക് ഷെഡ്യൂളിംഗ് എന്നാണ് ലാറവലിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് ക്രോൺ ജോബ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടില്ല. ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ലാറവലിൻ്റെത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മളെ കൺസോളിൻ്റെ അകത്ത്, അതായത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ആപ്പിൻ്റെ ഉള്ളിൽ കൺസോളിൻ്റെ ഉള്ളിൽ kernel.php ഇത് കണ്ടോ, ഇതാണ് ഈ ഫയൽ kernel.php എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ kernel.phpൻ്റെ അകത്ത് ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, അതായത് ഷെഡ്യൂൾ ഫംഗ്ഷനും കമാൻഡ്സിൻ്റെ ഫംഗ്ഷനും. ഓക്കെ, സോ ഈ കമാൻഡ് ഫംഗ്ഷൻ്റെ അകത്തെയും ഷെഡ്യൂൾ ഫംഗ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ക്രോൺ ജോബ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ ഇത് നേരെ കൺസോൾ കേണൽ എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മൾ അതിൻ്റെ അകത്തേക്കൊന്നും ചോദിച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളോട് പറഞ്ഞ പണി നമ്മൾ നോക്കുക. ഡോക്യുമെൻറ്റേഷനിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, സോ അതങ്ങ് എഴുതി അങ്ങ് പോവാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തേക്ക് വിളിച്ചിരിക്കുന്ന വേരിയബിൾ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഒരു സംഭവം ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം, അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കോൾ ഫങ്ഷൻ, എന്ത് ഫങ്ഷൻ, എന്തെങ്കിലും ഒരു ഫങ്ഷൻ. സോ ഇതിൽ നമുക്ക് എന്താക്കാം, യൂസർ മോഡലിനെ കോൾ ചെയ്യാം. യൂസർ മോഡലിൻ്റെ നമ്മളുടെ അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം, കമാൻഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോ യൂസറിൽ സ്റ്റാറ്റസ് ഈക്വൽ ടു 0 ഉള്ള ആൾക്കാരെ റീസ്റ്റോർ ചെയ്യാം. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡിലീറ്റ് ആയി കിടക്കുന്ന ആൾക്കാരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് ഇത് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഇപ്പം നേരെ ഇപ്പോൾ കമാൻഡ് വിളിച്ചാലും പോലെ എന്നല്ല, അപ്പോൾ അങ്ങനെയല്ല, ഇത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. സോ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് നേരെ പോയിട്ട് ഷെഡ്യൂൾ ആയിക്കോളും, റൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഇങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അത് നേരെ ഇതുപോലെ ചെയ്യാം. സോ നമുക്കിപ്പോൾ കസ്റ്റമർ ഇല്ല, നമ്മളിപ്പോൾ തൽക്കാലം കസ്റ്റമറിനെ പറ്റി പറയുന്നില്ല. സോ ഡെയിലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ, ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വീക്ക്ലി മാത്രം മതി എന്നുള്ളതിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള ലെവലിലേക്ക് ഇതിങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനത്തെ കുറേ അവൈലബിൾ മെത്തേഡ്സ് ഉണ്ട്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് എന്താക്കാം, ഇതിനെ വേറൊരു മെത്തേഡ് പറയാം, എവരി മിനിറ്റിൽ ഓരോ മിനിറ്റിലും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ലെവലിൽ ഞാനിപ്പോൾ ഒരു ക്രോൺ ജോബ് സെറ്റ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്രോൺ ജോബ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ട് എഴുതി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ക്രോൺ ജോബ് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇവിടെ പോയി നോക്കാം. ഇതിൻ്റെ അകത്ത് വന്ന് നമ്മൾ ടേബിളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നള്ളാണ്, ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെ റീസ്റ്റോർ ചെയ്യുള്ളൂ. സോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, നമ്മളെ കമാൻഡിനെ ഒന്നുകൂടി റീയൂസ് ചെയ്യാം.
സോ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കമാൻഡിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ആ കമാൻഡ് ഒന്ന് റൺ ചെയ്യാലോ. സോ php artisan delete inactive users. സോ ഞാനത് റൺ ചെയ്യുന്നു. സോ ഇവിടെ ഡിലീറ്റഡ് ആയിട്ട് ഇപ്പം ഡാറ്റ വന്നിട്ടുണ്ടാവും. സോ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എവരി മിനിറ്റിൽ ക്രോൺ ജോബ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, ഈ റൺ ചെയ്ത് നിൽക്കുന്ന സാധനം പോയിട്ട് നള്ളാക്കുമോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ക്രോൺ ജോബിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, നേരെ വന്നിട്ട് യൂസറിൽ സ്റ്റാറ്റസ് 0 ഉള്ള എല്ലാവരെയും പിടിച്ചിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഈ സ്റ്റാറ്റസ് 0 ഉള്ളതിൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടത്തില്ല, നമ്മുടെ ഓൾറെഡി ട്രാഷിലായതുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല. നോൺ സ്റ്റാറ്റിക് മെത്തേഡ് റീസ്റ്റോർ ബി കോൾഡ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. സ്റ്റാറ്റസ് 0യിൽ റീസ്റ്റോർ കിട്ടില്ല, അത് കിട്ടില്ല ട്രാഷ്ഡ്. അപ്പോൾ നമുക്ക് ഇവിടെ വിത്ത് ട്രാഷ്ഡും കൂടി എഴുതി കൊടുക്കണം. വിത്ത് ട്രാഷ്ഡുള്ളതിൻ്റെ ഉള്ളിൽ പോയി സ്റ്റാറ്റസ് ഉള്ള 0 ഉള്ളതെല്ലാം എടുത്തു റീസ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ റീഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. ജസ്റ്റ് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരെ, നോക്കട്ടെ ഇതിപ്പോൾ അപ്ഡേറ്റ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, ഞാനിപ്പോൾ 2 കഴിഞ്ഞ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിവിടെ ഒരു മാറ്റം സംഭവിച്ചില്ല. അപ്പോൾ ഈ ക്രോൺ ജോബ് എഴുതിയത് വെറുതെയാണോ? അല്ല, ഈ ക്രോൺ ജോബ് ഇവിടെ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമല്ല, നമ്മളുടെ ലാറവൽ പ്രൊജക്റ്റിനോട് പറയണം ഈ ക്രോൺ ജോബ് എല്ലാ മിനിറ്റിലും വർക്ക് ചെയ്യണം എന്നുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിസൺ കൺസോൾ കമാൻഡ്സ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ കൺസോൾ കമാൻഡ്സിൽ നമ്മൾ ജസ്റ്റ് നടത്തപ്പോൾ php ആർട്ടിസൺ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾ കണ്ടല്ലോ, ഈ ഷെഡ്യൂളിൻ്റെ അകത്ത് ഷെഡ്യൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിടപ്പുണ്ട്. ഓക്കെ, സോ ഷെഡ്യൂൾ ലിസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് php ആർട്ടിസൺ ഷെഡ്യൂൾ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. സോ ഷെഡ്യൂൾ ലിസ്റ്റിൻ്റെ അകത്ത് കണ്ടില്ലേ, എവരി മിനിറ്റിൽ ഇത് ഇൻ്റർവെല്ലാണ് ഈ സാധനത്തിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഷെഡ്യൂൾ ലിസ്റ്റിൽ അത് കിടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇത് ഞാൻ ഷെഡ്യൂൾ ലിസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ കണ്ടുവെച്ചോ. ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് ഷെഡ്യൂൾ, ഐ മീൻ കൺസോൾ കമാൻഡ്സ് എന്തിനാണ് ഷെഡ്യൂളറിൽ ക്രോൺ ജോബിൽ റൺ ചെയ്യുന്നതെന്നുള്ള കാരണം ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചുതരാം. സോ ക്ലിയർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മളെ ക്രോൺ ജോബ് ഇവിടെ നമ്മൾ ലാറവലിൻ്റെ അടുത്തുണ്ടെന്നല്ലേ പറയുന്നുള്ളൂ, പക്ഷേ ഇത് നമ്മൾക്ക് റൺ ചെയ്യണം. ഈ റൺ ചെയ്യണമെങ്കിൽ ലാറവലിനോട് പറഞ്ഞു കൊടുക്കണം ഇത് റൺ ചെയ്ത് ഓരോ മിനിറ്റ് ഇത് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കാൻ. അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ലാറവൽ ചെയ്യത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ php ആർട്ടിസൺ ഷെഡ്യൂൾ വർക്ക്, ഈ ഒരു കമാൻഡ് ഇവിടെ റൺ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇതുണ്ട ഷെഡ്യൂൾ വർക്കർ സ്റ്റാർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഏതാ ഇവിടെ നള്ളബിളാണ്, നള്ളായിട്ടാണ് കിടക്കുന്നത്. ഇത് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഓരോ മിനിറ്റിൽ ഇത് റൺ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, യെസ് കണ്ടില്ലേ, നേരെ ഇപ്പം നല്ല ഒരു മിനിറ്റിൻ്റെ ആ സമയത്ത് ക്രോൺ ജോബ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റണ്ണായി. സോ ഞാനിതിപ്പോൾ ഒന്നുകൂടി എന്താക്കുന്ന നമ്മളെ ഇതാ കണ്ടില്ല റണ്ണിങ് ഷെഡ്യൂൾഡ് കമാൻഡ് കോൾ ബാക്ക് ആയിട്ടുള്ള ഒരു കമാൻഡ് റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരുന്നത്. സോ ഞാൻ വേറെ ഒരു ടെർമിനൽ എടുത്തിട്ട് നമുക്ക് എന്താക്കാം, നമ്മളെ ഈ ഷെഡ്യൂളല്ല നമ്മളെന്താക്കുന്ന ഡിലീറ്റ് ചെയ്യുന്നതുണ്ടല്ലോ അതിനെ എടുത്ത് റൺ ചെയ്യാം. php ആർട്ടിസൺ ഡിലീറ്റ് ഇനാക്റ്റീവ് യൂസേഴ്സ്. സോ ഞാനത് റൺ ചെയ്തു. സോ ഇപ്പോൾ നമ്മളിതിപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ, ഡിലീറ്റായി സോറി. സോ ഡിലീറ്റായി. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് ലാഗ് ആവട്ടോ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണിച്ച് തന്നെ തരണം, അല്ലാണ്ട് ഇതിപ്പോൾ ചെയ്ത് സമയമുള്ളവർ മാത്രം ഇരിക്കുക, അത്രേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ഓടിച്ചു വിട്ട് സ്കിപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ സൈക്കിള് കറക്റ്റായിട്ട് പോകുന്ന സമയത്ത്. കണ്ടല്ലേ, ഞാൻ അപ്പോൾ റീഫ്രഷ് ചെയ്തപ്പോഴേക്കും ഇതിനുള്ളായി. അടുത്ത ക്രോൺ റണ്ണായ സമയത്ത് നമുക്ക് മറ്റേ ടെർമിനലിൽ പോയി നോക്കി നോക്കാം. ഇതാണല്ലേ അടുത്ത കമാൻഡ് റണ്ണായിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാറവലിൻ്റെ അകത്തുള്ളതെല്ലാം നടക്കുള്ളൂ. അത് അപ്പം വിചാരിക്കും ഇതിപ്പോൾ 24 hours ഇത് ഓണാക്കിയിട്ടിരിക്കുക ലാപ്പ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കാൻ പറ്റുമോ, എനിക്ക് ലോക്കലിൽ എന്തെങ്കിലും സാധനം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സംഭവമുണ്ട്, പക്ഷെ ഞാനത് നിങ്ങളുടെ ഏറ്റവും അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിലാണ് ഇത് വരുന്നത്. അതായത് ക്രോൺ ടാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ക്രോൺ ടാബ്. അത് നിങ്ങൾ കമാൻഡിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ ക്രോൺ
ടാബ് -E എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഈ ഒരു പേരിൻ്റെ ഈ നമ്മളെ പ്രൊജക്റ്റിന്റെ പാത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിസൺ കമാൻഡിലേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്യുമെന്റേഷനിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ട്, ഇതിൻ്റെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും, ഞാനത് അതിനനുസരിച്ച് വേണമെന്നുള്ള ആൾക്കാർക്ക് ഞാനത് ജസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ട് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, സോ ഈ സംഭവം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകണ്ട ഈ ഷെഡ്യൂളർ, നിങ്ങൾക്ക് ഷെഡ്യൂൾ വർക്ക് എന്ന് പറയുന്ന ഈ കമാൻഡ് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഈ 24 hours നമ്മളെ സിസ്റ്റത്തിന്റെ ലോക്കൽ സെർവർ കറക്റ്റ് ആയിട്ട് അത് ആ ഓരോ മിനിറ്റിലും അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നോളും. ഓക്കെ, സോ ഇതാണ് ക്രോൺ ജോബിൻ്റെത്. ഇത് സെർവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോർജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിപ്ലോയ്മെന്റ് എല്ലാത്തിനും ഫോർജാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അത് അല്ലാണ്ട് നിങ്ങൾക്ക് സാധാരണ AWSന്റെ സെർവറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രോൺ ടാബ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക, ഫോർജ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. സോ ആ സമയത്ത് ഞാനത് കറക്റ്റായിട്ട് ഡിപ്ലോയ്മെന്റ് കേസിലേക്കുള്ള വീഡിയോസ് വരുന്നുള്ളൂ എൻ്റെത്. അപ്പോൾ ഷെഡ്യൂൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്ലോയ്മെന്റ് കേസിൽ എങ്ങനെയാണ് ഒരു ആമസോൺ സെർവറിൽ അത് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ക്രോൺ ജോബും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ എവരി മിനിറ്റ് എന്നുള്ള ലെവലിലേക്ക് ആക്കി. ഈ എവരി മിനിറ്റിന് പകരം പല തരത്തിലുള്ളത് അത് നോക്കിയാൽ എവരി 50 minutes, എവരി 5 minutes, എവരി 4 minutes, 4 minutes, 4 hours, 4 minutes, മിനിറ്റ് 6 hours, 10 minutes, 30 minutes, 3 hours, 3 minutes, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനങ്ങൾ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇത് വായിച്ചിട്ട് ഒരിക്കലും തീരത്തില്ല. ഇത് അതിൻ്റെ അകത്ത് ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഉണ്ടല്ലേ, ഇതാണ് ലിങ്ക്. സോ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ലോഡ് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. എവരി മിനിറ്റ്, 2 minutes, 3 minutes, 4 minutes, ഇതൊക്കെ നിങ്ങൾക്ക് ക്രോൺ ജോബ് ഈ ഒരു സൈക്കിളിലാണ് കറങ്ങേണ്ടതിൻ്റെ, ഫ്രീക്വൻസി സൈക്കിളിലാണ് കറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടല്ലേ എവരി 2 hours കൂടുമ്പോൾ സമയത്ത്. ഇനി ഡെയിലി അറ്റ് ഇതല്ലേ ഒന്ന് സൂം ചെയ്തേക്കാം. ഡെയിലി ഉണ്ട്, ഡെയിലിയും ഉണ്ട്, അതേപോലെ ഡെയിലി അറ്റ് 13 എന്നുണ്ടെങ്കിൽ 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് റൺ ആവണമെന്നുണ്ടെങ്കിൽ അത് ട്വൈസ് ഡെയിലി ഒരു മണിക്കും 13 മണിക്കും റൺ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി. ഇതൊന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തീരത്തില്ല. എവിടെയും വീക്ക് ഡേയ്സിൽ വേണോ, വീക്കെൻഡ്സിൽ വേണോ, സൺഡേസിൽ, മൺഡേസിൽ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇവിടുന്ന് കോപ്പി എടുക്കുക, അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടും കൊടുത്ത എല്ലാ ഫ്രൈഡേയും ഈ ക്രോൺ ജോബ് ഓട്ടോമാറ്റിക് അങ്ങനെ റൺ ചെയ്തോളും. ഓക്കെ, മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ക്രോൺ ജോബ് കൊടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത ഒരു മെത്തേഡാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയില്ല. ജസ്റ്റ് എന്തെങ്കിലും കാൽക്കുലേഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളൊരു ക്രോൺ ജോബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വൃത്തിയാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വേരിയബിൾ ഷെഡ്യൂളാണ്. ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ വന്നിട്ട് കമാൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. കമാൻഡ് എന്ത് കമാൻഡ്? നമ്മളെ ഇനാക്റ്റീവ് ആയിട്ടുള്ള യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതാണ് ഡിലീറ്റ് കമാൻഡ്, ഡിലീറ്റ് ഇനാക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്ന കമാൻഡ്. സോ അത് എപ്പം? എവരി മിനിറ്റ്. കണ്ടില്ലേ? കാണാൻ തന്നെ എന്താ വൃത്തി. അവിടെ കമാൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ ഒരു കമാൻഡ് കണ്ടിരുന്നുണ്ട് എവരി മിനിറ്റിൽ. അതെന്താ? അപ്പോൾ നേരെ നമ്മൾ കമാൻഡിൽ പോയത് അവിടെ ആയിരിക്കും കമാൻഡ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഫംഗ്ഷനിൽ വന്ന് നോക്കിയാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാണ് മൂപ്പര് ചെയ്യുന്നത്. ഓക്കെ, സംഭവം ഇതാണെന്നുള്ളത് മനസ്സിലായി. സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ള ലെവലിൽ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ നമുക്ക് എന്താക്കാം, സോ ഷെഡ്യൂൾ വർക്ക് നമുക്ക് ഓൺ ആക്കിയിടാം. ഓക്കെ, സോ ഇവിടെ ഷെഡ്യൂൾ വർക്കിൽ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഇവിടെ ആളുണ്ട്. സോ ഇതിപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സ്റ്റാറ്റസ് ഉള്ള ഒരാളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇതിന് നള്ളാക്കി വെച്ചേക്കാം. ഇത് റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും നൾ എന്നുള്ള ലെവലിലേക്ക് ആക്കി വെക്കുന്നത്. ഇപ്പോൾ 0 ഉള്ള ആളെ എടുത്തിട്ട് നേരെ എന്താക്കുന്നത്, നള്ളാക്കും അടുത്ത തവണ ക്രോൺ ജോബ് റൺ ചെയ്യുന്ന സമയത്ത് ആ കമാൻഡ് എടുത്തിട്ട്. സോ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ടൊന്ന് വരാം. അപ്പോഴത്തേക്ക് ഒരു ബോറടിക്കൽ ഒഴിവാക്കി കിട്ടില്ല. ഇതേപോലെ സാറ്റർഡേയ്സ് കണ്ടില്ല, ബിറ്റ്വീൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഡേയ്സ് 0യിലും 3യിലും നടക്കേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും
ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. സോ കണ്ടില്ല, ഞാനിപ്പോൾ ബ്രൗസ് ബട്ടൺ റിഫ്രഷ് ചെയ്ത സമയത്ത് കണ്ടില്ല ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ മാക്സിമം നിങ്ങൾ ക്രോൺ ജോബ് ചെയ്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു കൺസോൾ കമാൻഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ആ കമാൻഡിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഷെഡ്യൂളറിൻ്റെ ഉള്ളിൽ എവരി മിനിറ്റ് കൊണ്ടേക്കുക. ഇപ്പോൾ സെർവറിൽ എത്തുന്ന സമയത്ത് ഇത് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഡിപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ ഇതിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് എങ്ങനെയാണ് അത് റൺ ചെയ്യുക എന്നുള്ളത്, ഒരു പ്രൊജക്റ്റ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ അതേപോലെ നെക്സ്റ്റ് ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഫങ്ഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു വാട്ട് യു വാണ്ട് ബിഫോർ ദിസ് ക്രോൺ ജോബ്. ഓക്കെ, സോ ഇത് റൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ അതുപോലെ തന്നെ ആഫ്റ്റർ ഫങ്ഷൻ ഓഫ് ഇതാക്കിയിട്ട് റൺ ചെയ്ത ഡു വാട്ട് യു വാണ്ട് ആഫ്റ്റർ ദിസ് ക്രോൺ ജോബ്. ഓക്കെ, സോ ഇങ്ങനെ ഈ ലെവലിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്രോൺ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണോ അതിനെ ഒരു കമാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത സാധനത്തിനെ കൊണ്ടുപോയിട്ട് നേരെ എവിടെ കൊണ്ടുവന്നിടുക, നിങ്ങളുടെ കൺസോൾ കമാൻഡ്സിൻ്റെ ഉള്ളിലുള്ള kernel.phpയിലെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടുക. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇതിനെ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കൺസോൾ എന്ന് പറഞ്ഞിട്ടൊരു റൗട്ട് ഫയലും നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് നിങ്ങൾക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ ഞാൻ നെക്സ്റ്റ് അഡ്വാൻസിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്രോൺ ജോബിൻ്റെ കാര്യങ്ങൾ, ലാറവലിൻ്റെ അകത്ത് ക്രോൺ ജോബ് കാര്യങ്ങൾ ചെയ്യുന്നത്. ടാസ്ക് ഷെഡ്യൂളിംഗ്, ക്രോൺ ജോബ് എന്നല്ല, ടാസ്ക് ഷെഡ്യൂളിംഗ്, ലാറവൽ പറയുന്ന പോലെ ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഓരോ ടാസ്കും ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ പോകുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. എന്താ സ്ഥിതി എന്നുള്ള വീഡിയോ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ക്ലാസ്. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കാം. അപ്പം പുതിയ വീഡിയോസും കറക്റ്റായിട്ട് വരും. എല്ലാ ദിവസവും 4 മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ബാക്കിൽ ഉള്ള പോയിട്ട്, അതായത് ചാനലിൻ്റെ വീഡിയോയിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് പ്ലേലിസ്റ്റും കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ വീഡിയോസും ഇരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ലാറവൽ കംപ്ലീറ്റ്ലി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇത്രയുള്ളൂ. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിലും. ശരി, ബൈ.